Good afternoon. Good afternoon, Miss. Miss. Good afternoon. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. First question. Shiny Jacob
ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? ആൻസർ ദയാബായി. കേട്ടോ, ദയാബായിയെ കുറിച്ചിട്ടുള്ളതാണ് ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ആണത് സംവിധാനം ചെയ്തത്. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ ആണത് സംവിധാനം ചെയ്തത് ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി. നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പറയുന്നത്? ഉണ്ട് മിസ്. നോട്ട് ചെയ്യുന്നുണ്ട് മിസ്സേ. ഉണ്ട്, എഴുതുന്നുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ആൻസർ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. അഞ്ചാം തീയതി എക്സാം ഇല്ലേ നിങ്ങൾക്ക്? എറണാകുളം ജില്ലക്കാരുണ്ടോ ഇതില്? എറണാകുളം ഉണ്ടോ? ഇല്ല. ജില്ലയിൽ അഞ്ചാം തീയതിയാണ് എക്സാം. എനിക്കുണ്ട് എക്സാം. ഓക്കെ, എഴുതിയോ? ഓക്കെ. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ്. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ഗലീലിയോ ഗലീലിയാണ്. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിന്റെ ഭാഷയിലാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി. ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഏത് കടലിനടുത്താണ് കൊണാർക്കിലെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ബംഗാൾ ഉൾക്കടലിൽ. ആൻസർ ബംഗാൾ ഉൾക്കടലിൽ. ആൻസർ ബംഗാൾ ഉൾക്കടലിൽ. ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം. ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് തെങ്ങ്. തെങ്ങ്. ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് കേരള കായിക ദിനം. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനം ഒക്ടോബർ 13. നോട്ട് ചെയ്യട്ടോ.
ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. അഗസ്ത്യാർകുടം. അഗസ്ത്യാർകുടം. ആൻസർ അഗസ്ത്യാർകുടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകുടം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27 കായലുകൾ. എണ്ണം എത്രയാണ്? 27. 27 കായലുകൾക്കാണ് കേരളത്തിനോട് നേരിട്ട് ബന്ധമുള്ളത്. അടുത്ത ചോദ്യം, 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാറൻ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? എന്താണ്? കണ്ണൻ ദേവൻ ടീ കമ്പനി. ആൻസർ കണ്ണൻ ദേവൻ. ദൂരദർശൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? ദൂരദർശൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? ദൂരദർശൻ ആരംഭിച്ചത് ഏത് വർഷം? 1976 ഏപ്രിൽ 1. 1976 ഏപ്രിൽ 1. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനൽ. ഒന്നുകൂടി ആവർത്തിക്കാം. മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിന്റെ ചുരുക്കപ്പേര് എന്താണ്?
national institution. നീതി ആയോഗ്. Yes, Niti Aayog, National Institution for Transforming India Aayog എന്നതിന്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ്. വാട്സ്ആപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? വാട്സ്ആപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ്? ഫേസ്ബുക്ക്. യെസ്, ഫേസ്ബുക്ക്. പറഞ്ഞ ആൻസർ ഞാൻ ഫേസ്ബുക്ക് ആണോ? ആ, ഫേസ്ബുക്ക്. അടുത്ത ചോദ്യം. താജ്മഹലിനെ കാലത്തിന്റെ ബസിലിക്കയുടെ സമീപത്തായി താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു സെക്കൻഡ്. മിസ്സേ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലല്ലോ മിസ്സേ. ഒരു സെക്കൻഡ്, ഇപ്പൊ ഓൺ ചെയ്യാട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക്. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് എത്രയാണ്? 5 രൂപ. 5 രൂപ. യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് 5 രൂപ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഏത്? ഖൂം. മേഘത്തിന്റെ ഖായിലെ, മേഘത്തിന്റെ ഖ, ഉകാരം, അനസ്വരം. ഖും. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖും. ഇത് ഏത് സംസ്ഥാനത്താണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഖും. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലാണ് ഖൂം എന്ന ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്.
കായിക കേരളത്തിന്റെ പിതാവ്. കായിക കേരളത്തിന്റെ പിതാവ്. GV രാജ മിസ്സേ. കേണൽ GV രാജ. കേണൽ GV രാജ. കായിക കേരളത്തിന്റെ പിതാവ് കേണൽ GV രാജ. GV രാജ കേട്ടോ. GV അല്ല, GV രാജ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി രൂപം സ്ഥിതി ചെയ്യുന്നത്? സാഞ്ചി സ്തൂപം ഉള്ളത്. സാഞ്ചി സ്തൂപം കേട്ടിട്ടില്ലേ നിങ്ങള്? ഭോപ്പാലിലാണ് കേട്ടോ. ഭോപ്പാൽ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? ഭോപ്പാൽ. ഭോപ്പാൽ. ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഭോപ്പാൽ ആണ് കേട്ടോ. ഭോപ്പാൽ. അടുത്ത ചോദ്യം, ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് എന്ന പാക്കേജ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് എന്ന പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് കുമരകവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. കുമരകം, കോട്ടയം. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണികഴിപ്പിച്ചത് ഏത് സാമ്രാജ്യമാണ്? ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ്. ഹംപി. ഹംപി നഗരം എവിടെയാണ്? ഹംപി വിജയനഗര സാമ്രാജ്യം. യെസ്, വിജയനഗര സാമ്രാജ്യം. ഓക്കെ. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് പണികഴിപ്പിച്ചത് വിജയനഗര സാമ്രാജ്യം. ആരാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ രാജാവ്? ആരാണ്? മറന്നുപോയാ? കൃഷ്ണദേവരായ. കൃഷ്ണദേവരായരാണ് ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ഓക്കെ. നവംബർ 26 അപ്പോ ഭരണഘടനാ ദിനമാണ്. ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? പാലക്കാട് മിസ്. യെസ്, വെരി ഗുഡ്. പാലക്കാട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കാർഷിക വിനിയോഗത്തിനായിട്ട് ഭൂമി ഉപയോഗിക്കുന്നത്. ആൻസർ പാലക്കാട്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി?
ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? SK നായർ. SK നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദം അലങ്കരിച്ച ഏക മലയാളിയാണ് SK നായർ. SK നായർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. യെസ്, കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം, സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. വനേഡിയം പെന്റോക്സൈഡ്. ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം. ജെയിംസ് ചാഡ്വിക്. ചാഡ്വിക് ആണോ? ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം മില്ലിക്കൺ. മില്ലിക്കൻ ആണോ? യെസ്, മില്ലിക്കൻ കേട്ടോ. മാറിപ്പോവരുത്. മില്ലിക്കൻ ആണ് ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഓക്കെ. മോൺസ് പ്രക്രിയ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ ലോഹത്തെ കേട്ടോ. നിക്കൽ. മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? നിക്കൽ. ആൻസർ നിക്കൽ. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിലാണ് ഉൾപ്പെടുന്നത്? ഹാലോജൻ. യെസ്, ഹാലോജൻ ഗ്രൂപ്പ് അല്ലെ. ഹാലോജൻ കുടുംബത്തിലാണ് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉൾപ്പെടുന്നത്. ആവർത്തന പട്ടിക നന്നായി പഠിക്കണം കേട്ടോ. പുതിയ മൂലകങ്ങളുടെ പേരുകൾ നന്നായി ഓർത്തു വയ്ക്കുക. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്താണ്? മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? ഹൈഡ്രജൻ. മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത്? എന്താണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം. ഘൂർണന ചലനത്തിന് ഉദാഹരണം.
ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം, അതിലേതാണ് ശരിയെന്ന് നിങ്ങൾ പറയണേ. മൺപാത്രം ഉണ്ടാക്കുന്ന ചക്രത്തിന്റെ കറക്കം. യെസ്, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് വേണ്ട. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സീസോയിലെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ആൻഡ് തരംഗ ചലനം. അപ്പൊ മൺപാത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കമാണ് പൂർണ്ണ ചലനത്തിന് ഉദാഹരണങ്ങൾ. തീ പിടിച്ചാൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനാണ് സ്വന്തം വീടിന്റെ ധാന്യപ്പുരയിൽ തീയിട്ട ശാസ്ത്രജ്ഞൻ ആരാണ്? കേട്ടിട്ടുണ്ടോ? തീ പിടിച്ചാൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റം എന്തെന്നറിയാൻ വേണ്ടിയിട്ട് തന്റെ വീടിന്റെ ധാന്യപ്പുരയിൽ തീയിട്ട ശാസ്ത്രജ്ഞനാണ് ആര്? തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ് തീയിട്ടാൽ ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് വേണ്ടിയിട്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്വന്തം വീടിന്റെ ധാന്യപ്പുര തീയിടുകയുണ്ടായി. ഓക്കെ, തോമസ് ആൽവ എഡിസൺ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്ത്? വജ്രത്തിന്റെ തിളക്കത്തിനുള്ള കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. ആന്തരിക പ്രതിഫലനം അല്ലെ? ആന്തരിക പ്രതിഫലനമാണ് കേട്ടോ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ആന്തരിക പ്രതിഫലനം. ഇനി നിങ്ങൾ ഐസോമറുകൾ, ഐസോബാറുകളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? അഭാവമൊക്കെ കവർ ചെയ്തോ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരെന്ത്? ഐസോട്ടോപ്പുകൾ. ശ്രദ്ധിക്കണേ, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോട്ടോപ്പുകൾ എന്ന്. ഓക്കെ, ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സസ്യങ്ങൾ. സസ്യങ്ങൾ അല്ലെ? സസ്യങ്ങളാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, അരി, ഗോതമ്പ്, കപ്പ, ചേന, ചേമ്പ് എന്നീ ഭക്ഷ്യവിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ഡാഷ്. എന്താണ്? അന്നജം. ഓക്കെ, നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്. എവിടെയാണ്? കട്ടക്കല്ല, ഒഡീഷ. പട്ടത്താ? കട്ടക്ക്. ഇന്ത്യയിലാണോ? നെല്ല് മാങ്കൊമ്പ് കേട്ടോ. മാങ്കൊമ്പ് എന്ന സ്ഥലത്താണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മാങ്കൊമ്പ്. മാങ്കൊമ്പ് എന്ന സ്ഥലത്താണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി ക്ഷയരോഗം എങ്ങനെയാണ് പകരുന്നത്? ക്ഷയരോഗം പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വായുവിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളൊക്കെ വേർതിരിച്ച് പഠിക്കുക കേട്ടോ. റിവൈസ് ചെയ്യുക അതൊക്കെ. ക്യൂണി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ. മുയൽ വളർത്തൽ. ഓക്കെ, വിറ്റി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നു? വിറ്റി കൾച്ചർ, കൃഷി. ഹോർട്ടികൾച്ചർ, പഴം, പച്ചക്കറി. പഴം, പച്ചക്കറി. ഓക്കെ,
പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് എന്താണ്? പരിസ്ഥിതിക്ക് ചോദിക്കാം, ബയോഗ്യാസ് ഉൽപാദനമാണോ, കത്തിക്കലാണോ, കമ്പോസ്റ്റ് നിർമ്മാണമാണോ, കാലിത്തീറ്റ നിർമ്മാണമാണോ? അല്ലെ, പരിസ്ഥിതിക്ക് സൗഹാർദ്ദപരമല്ലാത്ത രീതി എന്ന് പറയുന്നത് അതാണ് അല്ലെ. ഓക്കെ, മറ്റു മാർഗങ്ങൾ എന്താണ്? സൗഹാർദ്ദപരമായിട്ട് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിയാണ് എന്ത്? ബയോഗ്യാസുകൾ, അതുപോലെ തന്നെ കമ്പോസ്റ്റ് നിർമ്മാണം ഒക്കെ. ഓക്കെ, ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ സൊമാറ്റോട്രോപിൻ. യെസ്, സൊമാറ്റോട്രോപിൻ ആണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഓക്കെ, സൊമാറ്റോട്രോപിൻ. സൊമാറ്റോട്രോപിൻ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം. കരൾ. യെസ്, കരൾ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം. റിക്കറ്റ്സ് ആണ് കേട്ടോ, റിക്കറ്റ്സ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ജനസാന്ദ്രത കുറഞ്ഞത് വയനാടാണോ? ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയാണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ല. കേരളത്തിന്റെ മഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവം. ക്ഷേത്രപ്രവേശന വിളംബരം. യെസ്, ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിലെ മഗ്നാകാട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം. കേരളത്തിന്റെ ആദ്യത്തെ വർത്തമാന പത്രം രാജസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് രാജസമാചാരം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ. യെസ്, ബാംഗ്ലൂർ ആണ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പട്ടണം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ. സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിൽവർ വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ്? കുളു താഴ്വര. കുളു ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് കുളു താഴ്വര. അടുത്ത ചോദ്യം, വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആരെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് കേട്ടോ. ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്.
ലോകനായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകനായക് ജയപ്രകാശ് നാരായൺ. എസ് ജയപ്രകാശ് നാരായണൻ. സാറേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ്? ബംഗാളി. ബംഗാളിയാണോ? ഉറുദു ഭാഷ കേട്ടോ, ഉറുദു ഭാഷയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. സാറേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദു ഭാഷയിലാണ്. ഉറുദു ഭാഷയിലാണ്. UGC നിലവിൽ വന്ന വർഷം. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1953. യെസ്, 1953. നീതി ആയോഗ് ചെയർമാൻ ആരാണെന്ന് അറിയാലോ? നീതി ആയോഗ് ചെയർമാൻ പ്രധാനമന്ത്രി. ഓക്കെ. ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി. ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടിയാണ് കേട്ടോ. എക്സൈസ് നികുതിയാണ്. ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതിയാണ് എക്സൈസ് നികുതി. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്, നാഷണലൈസ് ചെയ്തത്? ആദ്യം 14. പിന്നീട് എത്രയായി? 20. ടോട്ടൽ 20. ടോട്ടൽ 20. ആദ്യം 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. നിങ്ങൾ 10th ടെക്സ്റ്റ് ബുക്ക് കിട്ടുവാണെങ്കിൽ നോക്കണേ. സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അത് വ്യക്തമായിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ഹിസ്റ്ററി ഭാഗത്ത് പാർട്ട് 2 ഹിസ്റ്ററിയിലാണ്, ജോഗ്രഫിയിലാണ് വരുന്നത്. പാർട്ട് 2 ഉണ്ട് ആ ചാപ്റ്റർ. ബാങ്കുകളുടെ ദേശസാൽക്കരണം എന്നുള്ള ഒരു ഭാഗം കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. നിങ്ങൾ പെട്ടെന്ന് LICയിൽ പോയി കറുപ്പിക്കരുത് കേട്ടോ, ശ്രദ്ധിക്കണേത്. ഇന്ത്യയിൽ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ലോകസഭാ സ്പീക്കർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്ക്. യെസ്, ഡെപ്യൂട്ടി സ്പീക്കർക്ക്. ഓക്കെ. വിവരാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം? 2005. 2005. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 12. ജൂലൈ 12. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12. രണ്ടായിരത്തി 2018 ബുക്കർ പ്രൈസ് രാജാവ് ആരാണ്? ജേതാവ് ആനി ബേൺസ് ആണ് കേട്ടോ. ആനി ബേൺസ് 2018 ബുക്കർ പ്രൈസ് ജേതാവാണ് ആനി ബേൺസ്. ആധുനിക ആവർത്തന പട്ടിക ശ്രദ്ധിക്കുക. ആധുനിക ആവർത്തന പട്ടിക സമ്മാനിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്?
ഹെൻറി മോസ്ലി. മെറ്റ്ലി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ്. ഒരു പോളിമർ ആയ പോളിയത്തിന്റെ മോണോമർ ഏതാണ്? ഒരു പോളിമർ ആയ പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഈഥിനാണ് കേട്ടോ, ഈഥിൻ. ഒരു പോളിമർ ആയ പോളിത്തീനിന്റെ മോണോമർ ഏതാണ്? ഈഥീൻ. ആറ്റത്തിന് ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണം. ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണേത്? ന്യൂട്രോൺ. പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണ്? പ്രോട്ടോൺ. നെഗറ്റീവ് ചാർജ് ഉള്ള കണം? ഇലക്ട്രോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ്. ഓക്കെ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഓക്കെ. പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? മഞ്ഞയാണോ? മഞ്ഞയാണ് കേട്ടോ. മഞ്ഞല്ലേ? മഞ്ഞയാണ്. ഓക്കെ. പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറമാണ് മഞ്ഞ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ചൂടാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഓക്കെ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഇതറിയാലോ? പ്ലൂട്ടോ. ഏത് മാസമാണ്? ഏത് ഇയറിലാണ്? 2006 ഓഗസ്റ്റ്. ഓക്കെ. 206 അശ്വിൻ? 2006. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20,000 ഹെർട്സിനിടയിൽ. ഓക്കെ. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? പാൻക്രിയാസ്. ഓക്കെ. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവസ്ഥയാണ് ബാധിക്കുന്നത്? കണ്ണ്. അവയവത്തെയാണ്, കണ്ണിനെ ബാധിക്കുന്നതാണ്. ഓക്കെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി. ഓക്കെ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം? ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. വായുവിൽ കൂടി പകരാത്ത രോഗം എന്താണ്? ഓപ്ഷൻ പറയാം. എന്ത് പറയാൻ നോക്കാൻ വേണ്ടി നോക്കിയിരുന്നേ. ഓപ്ഷൻസ് പറയാം. ക്ഷയം, ചിക്കൻ ബോക്സ്, കോളറ, ആൻഡ്രാക്സ്. എന്താണ്? കോളറ. ഓക്കെ. വായുവിൽ കൂടി പകരാത്ത രോഗമാണ് കോളറ. ഓക്കെ.
കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായം ഏതാണ്? ഹരിതശ്രീ. ഹരിതശ്രീ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഹരി റാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ്? ക്യാബേജ്. യെസ്, ക്യാബേജുകൾ. ഓക്കെ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം ചെയ്യുന്നത് എവിടെയാണ്? പന്നിയൂർ. പന്നിയൂർ. ഓക്കെ. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം? ചിന്നാർ. ചിന്നാർ. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ. സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? സമുദ്രത്തിന്റെ ഏത് ഭാഗത്തായിരിക്കും വേലിയേറ്റം ഉണ്ടാവുന്നത്? സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്താണോ ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്താണോ? ഏത് ഭാഗത്താണ്? ചന്ദ്രനെയാണ്. യെസ്. വേലിയേറ്റം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്ര ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്. ഓക്കെ. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബ ദൂരം എന്താണ്? ഉന്നതി കേട്ടോ. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബ ദൂരമാണ് ഉന്നതി എന്നറിയപ്പെടുന്നത്. സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് എന്ത്? സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണം നടപ്പിലാക്കുന്ന ഘടകമാണ് എന്ത്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഓക്കെ. സുനാമി എന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം? സുനാമി എന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം എന്താണ്? തുറമുഖ തിരമാലകൾ കേട്ടോ. തുറമുഖ തിരമാലകൾ. ഓക്കെ. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? എക്സിമ ത്വക്കിനെ. ത്വക്കിനെ ബാധിക്കുന്നതാണ് എന്താ? എക്സിമ. ഓക്കെ. ഒരു സസ്യ ഹോർമോൺ ആണ് എന്ത്? ഗിബർലിൻ. ഗിബർലിൻ. ഒരു സസ്യ ഹോർമോൺ ആണ് ഗിബർലിൻ. ഓക്കെ. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ? കുരുമുളക്. കുരുമുളക്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി എന്താണ്? ഫംഗസ്. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. ഓക്കെ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നോക്കുക കേട്ടോ. പഠിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക. താങ്ക് യു. ലീവ് ചെയ്തോ.
താങ്ക് യു മിസ്. താങ്ക് യു. Thank you, miss.